ഗാന്ധി പ്രസംഗം. മാന്യ സദസ്സിന് വന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് ഗാന്ധി ജയന്തി. അഹിംസയിൽ അടിയുറച്ച സമരരീതിയിലൂടെ പോരാടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. ഈ ദിനത്തിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര്. അമ്മ പുത്ലിഭായും അച്ഛൻ കരംചന്ദ് ഗാന്ധിയും ആയിരുന്നു. ചെറിയ പ്രായത്തിൽ വിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയാണ്. ശേഷം നിയമം പഠിച്ച് ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി ജോലി നോക്കി. പിന്നീട് അവിടെ നിന്നും 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. സത്യത്തെ മുറുകെ പിടിക്കുന്ന സത്യാഗ്രഹ സമര രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പഠിപ്പിച്ച ഗാന്ധിജി ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് ഇന്ത്യക്കാരനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. സത്യം പുഷ്പത്തെപ്പോലെ മൃദുലവും വജ്രത്തെപ്പോലെ കഠിനവും ആണ് എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.